ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഇപ്പോൾ ഇതുവരെ ഈ സമരത്തിനോട്, അതായത് ഡൽഹിയിൽ നടക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ ഒരു കാര്യവും സംസാരിക്കാതിരുന്ന നരേന്ദ്രമോദി ഒടുവിൽ വാ തുറന്നിരിക്കുന്നു. നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ആരൊക്കെ കുറ്റക്കാരുണ്ടോ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുമെന്ന് പറയുന്നു. അതായത് നിയമ നടപടികൾ വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും എന്ന് പറയുന്നു. അങ്ങനെയുള്ള കുറച്ച് വാഗ്ദാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊക്കെ ഈ സമരം നിർത്തി ഇവരെ ഈ സമരത്തെ നിർത്തലാക്കാമെന്ന് മോദി പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്നാണ് CJP ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമാണുള്ളത്. ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഇതിന് ഉത്തരവാദിയായ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലെ വിദ്യാഭ്യാസ മന്ത്രി ആയ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാവൂ എന്ന് തന്നെയാണ് ഇപ്പോഴും CJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് സമരം വീണ്ടും തുടരാം എന്നുള്ള ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം വിദ്യാഭ്യാസ മന്ത്രിയെ രാജിവെക്കാനെന്നുള്ള തീരുമാനത്തിലേക്ക് മോദി എന്തായാലും എത്തുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അനുനയ സമവായത്തിലൂടെ ഈ സമരം ഒന്ന് തീർത്തിട്ട് ബാക്കി കാര്യങ്ങൾ ആലോചിക്കാന്നുള്ള രീതിയിലായിരിക്കും മോദിയുടെ ഒരു നീക്കം. പക്ഷെ എന്തായിരിക്കും ഇനിയുള്ള ഒരു രീതി, അല്ലെങ്കിൽ സമരത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു കാര്യം പറയാം. CJP ആദ്യം അവഗണിക്കാം, ഒരു തരത്തിലും പരിഗണിക്കണ്ട, അല്ലെങ്കിൽ പരിഗണിക്കപ്പെടേണ്ടവരല്ല ഇവരാരും. അതുകൊണ്ട് തന്നെ പരിഗണിക്കാതിരുന്നാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നു എന്നായിരുന്നു BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും നയം. എന്നാൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ചർച്ചകൾ, അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്ക് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുമ്പോൾ തന്നെ സമര പോരാട്ടങ്ങൾ ഒരിക്കലും, അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയമോ ഇന്ത്യൻ ജനതയോ ചിന്തിക്കാത്ത രീതിയിലേക്ക് കൊണ്ടെത്തിച്ചു. അതിന് പോലീസിന്റെ കയ്യിൽ നിന്നുള്ള അപാകതകളുണ്ട്. അതെല്ലാം കൂടി ആയപ്പോൾ CJPയെ കുറച്ചുകൂടി സ്ട്രോങ് ആക്കിയെന്ന് പറയേണ്ടി വരും. നമ്മൾ അല്ലെങ്കിൽ ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സമരത്തിലേക്ക് പോകുന്നു, പോലീസ് കയ്യേറ്റം ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇനി വാ തുറക്കാതിരുന്നാൽ അത് ഞങ്ങളുടെ ഭരണത്തിന്, അല്ലെങ്കിൽ തങ്ങളുടെ ഭരണത്തിന് പോലും അത് ബാധിക്കുന്ന ഉറപ്പിന്മേലാണ് ഇപ്പൊ മോദി. അത് മാധ്യമങ്ങൾക്ക് മുന്നിലല്ല, അദ്ദേഹം സോഷ്യൽ മീഡിയയിലാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരില്ലല്ലോ, അതിനുള്ള ധൈര്യം ഇല്ലല്ലോ. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് യുവാക്കളുടെ ജീവിതത്തെ നശിപ്പിക്കില്ല, നടപടി എടുക്കാം എന്നൊക്കെ പറയുമ്പോഴും ഇതിനൊന്നും CJP തയ്യാറാകുന്നില്ല. അവർ മുന്നോട്ട് വെക്കുന്ന ഒറ്റ കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു വിഷയത്തിൽ ഇപ്പോഴും മോദിക്ക് നിലപാടെടുക്കാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റാൻ കഴിയില്ല. കാര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത്രത്തോളം അദ്ദേഹത്തെ സഹായിച്ച, അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയതിൽ വലിയ പങ്കുള്ള ആളാണ്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹം ഇത്തരമൊരു നിലപാടെടുക്കുന്നത്. പക്ഷെ രാജ്യത്തെ യുവാക്കൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരമൊരു നിലപാടാണോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എടുക്കേണ്ടത് എന്നൊരു ചോദ്യമുണ്ട്. പിന്നെ വളരെ ഔദാര്യം പോലെയാണ് പല ആളുകളും, പ്രത്യേകിച്ച് BJPയുടെ ആളുകളൊക്കെ വളരെ ഔദാര്യം പോലെ പറയുകയാണ്, ചർച്ചയ്ക്ക് വിളിച്ചല്ലോ, ചർച്ചയ്ക്ക് വരാത്തതല്ലേ, ചർച്ചയ്ക്ക് വന്നാൽ പിന്നെ ഇങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ എന്ന്. അവരുടെ സമരം തുടരാൻ പറ്റാത്തതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുക്കാത്തത്. അവരുടെ ആവശ്യം വ്യക്തമാണ്. അവർ പറയുന്നത് എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കട്ടെ, അല്ലാതെ ഒരു ചർച്ചയ്ക്കും അവർ തയ്യാറല്ല എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഈ BJP ഹാൻഡിലുകൾ പറയുന്നത് പ്രധാനമായിട്ടും ഈ സമരം തുടർന്ന് കൊണ്ടേ പോകണം, അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ്. ഇങ്ങനെയൊന്നല്ല, ഈ സമരം തുടർന്ന് പിന്നെ ഫണ്ട് വരണം, അതിനുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആ ഒരു രീതിയിൽ ഇത് എതിർ പാർട്ടി പറയുന്നതാണ്. അങ്ങനെയുള്ള ഒരു സംഭവം അല്ലല്ലോ നടക്കുന്നത്. ഇവരുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അല്ല, ഇതിന്റെ അകത്ത് പ്രധാനമായും പ്രത്യേകിച്ച് കേരളത്തിലെ BJPയുടെ ഹാൻഡിലുകൾ പറയുന്ന, അല്ലെങ്കിൽ BJPയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറയുന്ന രണ്ട് വിചിത്രവാദം എന്ന് പറയേണ്ടി വരും. ഒന്ന്, ഇപ്പൊ പല സിനിമാ താരങ്ങൾ, രാഷ്ട്രീയ പ്രമുഖർ, രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്ന് സിനിമാ താരങ്ങൾ, സാഹിത്യ മേഖലയിലുള്ളവർ ഒക്കെ CJPക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നുണ്ട്. അപ്പൊ BJPക്കാർ ചോദിക്കുന്നത്, മണ്ണ് തിന്ന് തെരുവിൽ കിടന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് എന്തുകൊണ്ട് നിങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ല? നമ്മൾ കണ്ടതാണ്, മണ്ണ് തിന്ന് തെരുവിൽ കിടന്ന PSC ഉദ്യോഗാർത്ഥികളോടും ഐക്യദാർഢ്യം കേരളം ഒന്നാകെ പ്രഖ്യാപിച്ചതാണ്. അന്നത്തെ, അല്ലെങ്കിൽ അന്തം കമ്മികൾ ഒഴികെ ബാക്കി എല്ലാവരും PSC ഉദ്യോഗാർത്ഥികൾക്കൊപ്പമായിരുന്നു. ഇപ്പോഴും PSCയുടെ വിഷയം വരുമ്പോൾ അവിടെ രാഷ്ട്രീയത്തിനപ്പുറം ഉദ്യോഗാർത്ഥികൾക്ക് ജോലി കിട്ടണം, അല്ലെങ്കിൽ അവരെ പരിഗണിക്കണം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്, അവരോട് കാണിക്കാത്ത സ്നേഹം എന്തിനാണ് CJPയോട് കാണിക്കുന്നത്? CJPക്ക് എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന പിന്തുണ നൽകുന്നത്? CJP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ CJPയിലെ, അല്ലെങ്കിൽ തെരുവിൽ കിടക്കുന്ന സമരം ചെയ്യുന്ന യുവാക്കൾ എന്ന് പറയുന്നത് വിദേശത്തുള്ളവർ ഫണ്ട് ചെയ്ത് നമ്മുടെ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളുകളാണെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബേസിക് ലോജിക്കിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർ സമരം ചെയ്യാൻ കിടക്കുന്നത് ഒരു അനാവശ്യ കാര്യത്തിനാണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന, അല്ലെങ്കിൽ രാജ്യവുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരു കാര്യത്തിന് കിടക്കുന്ന ഇവിടെ സംഭവിച്ച നീറ്റ് പരീക്ഷ ചോർച്ചയോ ഇങ്ങനത്തെ CBSE എക്സാമിന്റെ നടത്തിപ്പ് അപാകതയോ ഇതൊന്നും ഇവർക്കൊന്നും
പ്രശ്നമല്ല. ഇവർ ഈ BJP ഹാൻഡിൽ ഇതൊന്നും ഒരു വിഷയമല്ല. അവരുടെ മക്കൾക്കൊന്നും ഇത് ഉണ്ടായിട്ടില്ല. അങ്ങനെയുള്ള ഒരു രീതിയിലാണ് അവരുടെ സംസാരം. ഈ സമരത്തിനാണ് ഇങ്ങനെ എതിർക്കുക എന്നല്ലാതെ ഈ സമരം ചെയ്യുന്നത് തെറ്റാണ്. സമരം ചെയ്യുന്നവരൊക്കെ എന്തോ രാജ്യദ്രോഹികളാണ് എന്ന പല BJP ആളുകളും സംസാരിക്കുമ്പോൾ സമരം ചെയ്യുന്നവർ രാജ്യദ്രോഹികളാണ്, പത്രത്തിൽ എഡിറ്റോറിയൽ കൊടുത്താൽ അത് തെറ്റാണ്, അത് വെച്ച് പൊറപ്പിക്കില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. അതാണ് ഈ BJP-കാർ എപ്പോഴും മറക്കുന്നത്. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കോൺഗ്രസിലെ പല ആളുകളും പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് ജനാധിപത്യ രാജ്യമാണെന്നറിയാം, സമര മൂല്യങ്ങൾ അറിയാം, സമരങ്ങൾ എങ്ങനെയാണെന്നറിയാം. കാര്യം ഞങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പാർട്ടി രൂപപ്പെട്ട കാലം മുതൽ ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്ത പാർട്ടിയാണെന്ന് പറയുമ്പോഴും മറുവശത്ത് പറയുന്നത് അവർക്ക് സമരം ചെയ്ത ചരിത്രമില്ല, അതുകൊണ്ടാണ് അവർ എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുന്നത്. ഒരു വശത്ത് കേരളത്തിലെ BJP തന്നെ പറഞ്ഞു എന്തിനാണ് CJP-ക്ക് പിന്തുണ നൽകുന്നത്, PSC ഉദ്യോഗാർത്ഥികൾക്ക് എന്തുകൊണ്ട് ഈ പിന്തുണ ലഭിച്ചില്ല. അങ്ങനെയാണെങ്കിൽ തിരിച്ചൊരു ചോദ്യമുണ്ട്, കേരളത്തിലെ BJP-യും വ്യക്തമായൊരു പിന്തുണയൊന്നും PSC ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നടത്തിയിട്ടില്ല, അവരെന്തുകൊണ്ട് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന് VD സതീശൻ ഒരു തെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ VD സതീശൻ സർക്കാർ ഒരു പരാജയപ്പെട്ട തീരുമാനം എടുക്കുമ്പോൾ VD സതീശൻ പറയുകയാണ് കഴിഞ്ഞ പ്രാവശ്യം പിണറായി വിജയൻ അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ പല വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന കാര്യം കമ്പയർ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു അല്ല, അങ്ങനെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ പല ആളുകളും അല്ലെ രാജീവ് ചന്ദ്രശേഖർ അടക്കം പറയുന്നുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി അവിടെ പോയി സമരം ചെയ്തത് ശരിയല്ലെന്ന്. സമരം ചെയ്തതിൽ എന്താണ് പ്രശ്നം? ഇവർക്ക് അല്ലെങ്കിൽ ഈ വിദേശ ശക്തികളിൽ നിന്ന് പണം വാങ്ങിയാണ് യുവാക്കൾ സമരം ചെയ്യുന്നത്. പക്ഷെ ഇത് ഇന്ത്യയിൽ നടന്ന ഒരു സംഭവത്തെ പറ്റിയല്ലേ അവർ സമരം ചെയ്യുന്നത്. വെറുതെ വന്നിരുന്ന് അല്ലെങ്കിൽ ഒരു കാര്യവുമില്ലാത്ത ഒരു കാര്യത്തെ വീർപ്പിച്ച് കെട്ടിയതല്ലേ. എത്ര കുട്ടികളാണ് മരിച്ചത്. ഇതിനൊന്നും ഇവർ ആവശ്യപ്പെടുന്ന ഒറ്റ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവർ ഈ ഭരണകൂടത്തെ താഴെ ഇറക്കുമെന്നുള്ള ഒരു ഭയം BJP-ക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അവരാകെ ആവശ്യപ്പെടുന്ന കാര്യം എന്താണ്? വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ മാറ്റണം. അതിനെന്തുകൊണ്ട് ഇവർക്ക് കഴിയുന്നില്ല? അതിനിവർ എന്ത് ന്യായീകരണങ്ങളാണ് പറയുന്നത്? സമരം ചെയ്യുന്നവരെല്ലാം രാജ്യദ്രോഹികളാകുന്നു, ഇന്ത്യക്ക് വേണ്ടി ശബ്ദിക്കാത്തവരാകുന്നു, കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളോട് കിട്ടാത്ത പരിഗണന എന്തിനാണ് CJP-ക്ക് നൽകുന്നത്? ഇതെല്ലാം ബാധിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഇപ്പോ CJP നടത്തുന്ന അല്ലെങ്കിൽ ഡൽഹിയിൽ നടക്കുന്ന സമരങ്ങളെല്ലാം ബാധിക്കുന്നത് ഇന്ത്യയെ മൊത്തത്തിലാണ്. ഇന്ത്യയിലെ എല്ലാ കുട്ടികളെ എല്ലാ വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുന്ന കാര്യമാണത്. ഇത് ഓരോ കുട്ടികളുടെ പ്രതീക്ഷയാണ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിശ്വാസ്യത ഒന്ന് ആലോചിച്ച് നോക്ക്. നിരന്തരമായി ചോർച്ചയുണ്ട്, അല്ലെങ്കിൽ ചോദ്യപേപ്പറുകൾ ചോരുന്നു, ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത ടൈം വരുന്ന കുട്ടികൾ പറയും എന്തിനാണ് നീറ്റ് എഴുതിയിട്ട്, അല്ലെങ്കിൽ എന്തിനാണ് നെറ്റിന് വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ എന്തിനാണ് CBSE-യിൽ പഠിപ്പിക്കണം എന്നുള്ള ഒരു കാര്യം. ഇതിനകത്ത് ആകെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഉണ്ടാകാൻ പോകുന്നില്ല. CBSE-യിൽ ഇങ്ങനെ നിരന്തരം പരാജയപ്പെട്ട രീതികൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഗവൺമെന്റ് സ്കൂളിന് അത് ഗുണമാവുകയാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു മെച്ചം, അതും ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം വിദ്യാഭ്യാസ മേഖലയെ തന്നെ തച്ചുടയ്ക്കുന്നു. ഒന്നാമത് ഇന്ത്യയിലെ യുവാക്കൾക്ക് ഇന്ത്യയിൽ നിൽക്കാൻ പോലും താല്പര്യമില്ല. അതിന്റെ ഇടയിൽ കൂടിയാണ് രാഷ്ട്രീയം പറയുന്നത്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഇടയിലേക്ക് വലിച്ചിടുന്നു. ഇതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ മലയാളത്തിലെ സിനിമാ താരങ്ങളൊക്കെ ഇതിന് പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ടോവിനോ തോമസ്, പിന്നെ മോഹൻലാലിന്റെ മകൾ എന്നിവർ, ഇപ്പം പിന്നെ കുഞ്ചാക്കോ ബോബൻ, മറ്റു കുറെ നടന്മാരും നടന്മാരൊക്കെ ഇതിന് പിന്തുണയായിട്ട് വന്നിരിക്കുന്നു. അപ്പൊ സമരത്തിന് പിന്തുണ നൽകുന്നവരെ സൈബർ അറ്റാക്ക് നടത്തുക എന്നുള്ളതാണ് ഇപ്പൊ BJP-കാരുടെ പ്രധാനമായിട്ടുള്ള. സമരത്തിന് പിന്തുണ നൽകുന്നവരെല്ലാം രാജ്യദ്രോഹ കുറ്റം ചെയ്യുന്ന ആളുകളെ പോലെയാണ് സൈബർ ഹാൻഡിലുകൾ. പിന്നെ പല ആളുകളും സംസാരിക്കുമ്പോൾ ഇതിന്റെ അകത്ത് എന്ത് ലോജിക്കാണ് എന്ന് പോലും, അല്ലെങ്കിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ചാനൽ ചർച്ചകളിൽ പോലും BJP-യുടെ വക്താക്കൾ വന്നിരുന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള പൊട്ടത്തരങ്ങളാണ്. അത് അവർക്ക് അറിയാഞ്ഞിട്ടാണെന്ന് എനിക്കറിയില്ല. ഇതിൽ മോഹൻലാലിന്റെ മകളുടെ ഇത് വന്നിരിക്കുമ്പോൾ അതിനെതിരെ മേജർ രവി BJP സ്ഥാനാർത്ഥിയായിരുന്നു. മോഹൻലാലിന്റെ മകൾ CJP-യുടെ സമരത്തിന് പിന്തുണ നൽകിയതിന് മേജർ രവി ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. ഈ പറയുന്നത് പോലെ വിദേശത്ത് നിന്ന് ഫണ്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സമരങ്ങൾ നടത്തുന്നതെങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത് സമരങ്ങളെ നേരിട്ട രീതി ശരിയായിരുന്നു? രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഈ CJP-കാരാണല്ലോ പൈസ കൊടുത്തത്. രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും VD സതീശനും KC വേണുഗോപാലിനും പൈസ കൊടുത്ത് സമരത്തിന് വിട്ടതല്ലല്ലോ. അപ്പൊ അവരോടൊക്കെ പോലീസ് എടുത്ത നിലപാട് ശരിയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ പ്രശ്നം ഇപ്പോൾ തീർക്കാൻ ഒറ്റ കാര്യം ചെയ്താൽ മതിയല്ലോ, വിദ്യാഭ്യാസ മന്ത്രി രാജിവെപ്പിച്ചാൽ മതിയല്ലോ, അല്ലെങ്കിൽ അദ്ദേഹം ഒഴിഞ്ഞാൽ മതിയല്ലോ. അതിനെന്തുകൊണ്ട് ഇവർ തയ്യാറാകുന്നില്ല? അല്ലെങ്കിൽ വ്യക്തമായി ഈ പറയുന്നത് പോലെ ഇവർ രാജ്യദ്രോഹികളാണ്, ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, പുറത്തുനിന്ന് വിദേശത്തുനിന്ന് ഫണ്ട് ചെയ്യുന്നതാണെന്ന് പറയുന്നതിനപ്പുറത്തേക്ക് വ്യക്തമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് പറയാം, എങ്കിൽ അത് നമുക്ക് അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. തെരുവിൽ കിടക്കുന്ന ഈ കാര്യം, അല്ലെങ്കിൽ ഈ നീറ്റ് പരീക്ഷ, നെറ്റ് എക്സാം, CBSE എക്സാം, ഇതൊന്നും ഈ CJP-യിലെ ആളുകൾ
കെട്ടിപ്പഴിച്ചുണ്ടാക്കിയ കഥയല്ല, ഇത് സത്യമാണ്. അതെ. നീറ്റ് എക്സാം പരാജയമായിരുന്നു, അല്ലെങ്കിൽ CBSE എക്സാം പരാജയമായിരുന്നു എന്നുള്ളത് സത്യമല്ലേ? ആ സത്യമെങ്കിലും BJP-ക്കാരും അംഗീകരിക്കേണ്ട. അവരെന്തുകൊണ്ടാ ഇതുപോലെ അംഗീകരിക്കാത്തത്? ഇതിന് ഇങ്ങനെ ഒരു സമരം ഉണ്ടായിരുന്നില്ലെങ്കിലുള്ള ഒരു അവസ്ഥയൊന്നും ആലോചിച്ചു. ഈ കുറ്റക്കാരൊക്കെ അവിടെ തന്നെ ഇരിക്കും സുഖമായിട്ട്. ഇത് വീണ്ടും വീണ്ടും ആവർത്തി. ഇതിപ്പോ എത്ര വർഷമായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത് പോലും നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും നരേന്ദ്രമോദി പറയുന്നത് പോലെ യുവാക്കളുടെ ഭാവി തകർക്കാൻ തയ്യാറല്ല, ഭാവി എന്തായാലും സംരക്ഷിക്കും എന്നുള്ളൊരു ഒന്നാമത്തെ കാര്യം, ഭാവി തകർക്കാൻ എന്ന് പറയാൻ യുവാക്കൾക്ക് +2 കഴിയുന്ന എല്ലാവരും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് നിന്ന് ഒന്ന് പുറത്തേക്ക് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ്. അത് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ഗതികെട്ട അവസ്ഥയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളല്ല സത്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഭരണകൂടം മനസ്സിലാക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്ത് നിൽക്കാൻ നമുക്ക് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലും നമ്മുടെ രാജ്യത്ത് യുവാക്കൾക്ക് വേണ്ടി ചെയ്യണം. എഴുതുന്ന എക്സാമുകൾ പോലും വിശ്വാസമില്ല. +2 എക്സാമിനും നീറ്റിനും നെറ്റിനും ഒന്നും വിശ്വാസ്യതയില്ല. എല്ലാം നഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ ഈ രാജ്യത്ത് ആരും ഉണ്ടാകില്ല. എന്നാലും ശക്തമായ സമരമാണ് ഡൽഹിയിൽ നടന്നു വരുന്നത്. മോദി സർക്കാരിന്റെ അടിത്തറ ഇളകി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമുക്ക് ലഭിച്ചു വരുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്താവും, മോദി സർക്കാർ ഈ വിദ്യാഭ്യാസ മന്ത്രിയെ ഇനിയും സംരക്ഷിച്ചു നിലനിർത്തി കൊണ്ടുപോകുമോ എന്നുള്ളത് കാണേണ്ടി വരും. അതേസമയം സമരം എത്രത്തോളം ശക്തമാകും എന്നുള്ളതും നമുക്ക് ഇപ്പോൾ പറയാൻ ആവില്ല. എന്തായിരിക്കും ഇനിയുള്ള ദിവസങ്ങൾ സംഭവിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം.